അന്തരിച്ച പള്ളിപ്പുറം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM പള്ളിപ്പുറം മുൻ ലോക്കൽ സെക്രട്ടറിയുമായ മുനമ്പ് കൈതവളപ്പിൽ സരണയുടെ ശവസംസ്കാര ചടങ്ങുകൾ രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. തുറന്നു നടന്ന അനുശോചന യോഗത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ CPM വൈപ്പിൻ ഏരിയ സെക്രട്ടറി AP പ്രിനിൽ, മുൻ മന്ത്രിയും മുൻ MLAയുമായിരുന്ന S ശർമ്മ, CN മോഹനൻ, PV ലൂയിസ്, KK ജോഷി മാസ്റ്റർ, ജനതാദൾ നേതാവ് KK വേലായുധൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് MP ഷൈനി, കോൺഗ്രസ് നേതാവ് MJ ടോമി, BJP നേതാക്കളായ KK വേലായുധൻ, ES പുരുഷോത്തമൻ തുടങ്ങി നിരവധി പ്രമുഖ നേതാക്കൾ പൊതുയോഗത്തിൽ സംസാരിച്ചു. ഉത്തരവാദിത്വബോധത്തോടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വിലപ്പെട്ട പങ്ക് നിർവഹിച്ച ഒരു വനിതാ നേതാവ് കൂടിയാണ് അരുണ. വൈപ്പിങ്കരയിലെ പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനായ മണിച്ചേട്ടൻ്റെ മകള് എന്ന നിലയിൽ അച്ഛൻ്റെ ത്യാഗസുലഭമായ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ അവസരം ലഭിച്ച അരുണയ്ക്ക് പിന്നീട് പൊതുപ്രവർത്തന മണ്ഡലത്തിൽ ഭദ്രൻ കുടുംബ ജീവിത പങ്കാളിയായി. 30 വർഷക്കാലം ഭദ്രൻ വൈപ്പിങ്കരയിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. വൈപ്പിൻ ഏരിയ കമ്മിറ്റി അംഗം, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് സംഘടനാ ഭാരവാഹിത്വം തുടങ്ങിയതെല്ലാം വഹിച്ചുകൊണ്ട് വിജയകരമായി പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ കരിയറുടെ ചരിത്രത്തിൽ ഒരു ചുവപ്പിൻ്റെ പുത്രിക എന്ന് വിശേഷിപ്പിക്കാവുന്ന ചരിത്രത്തെ അടയാളപ്പെടുത്തിയ കാലത്തെ അനുമോദിക്കാൻ കഴിയുന്ന ഏറ്റവും മഹനീയമായ വ്യക്തിത്വമായ അരുണമ്മയുടെ നിലക്കാത്ത സ്മരണകൾക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്നു. അവസാന നിമിഷം വരെ വിനിയോഗിച്ച സഖാവേ സരുണ. സഖാവിനെ കുറിച്ചുള്ള അനുസ്മരിച്ചുള്ള ഒരു അനുശോചന പ്രമേയം അവതരിപ്പിക്കുകയാണ്. അനുശോചന പ്രമേയം: വൈപ്പിങ്കരയിലെ ചുവപ്പിന്റെ പുത്രി സഖാവേ സരുണ വിടവാങ്ങി. പള്ളിപ്പുറത്തെ പാർട്ടി സഖാവായ മണിസഖാവ് എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യന്റെയും മാധവിയുടെയും മകളെ ജനിച്ച സരുണ അച്ഛന്റെ പാത പിന്തുടർന്നാണ് പൊതുരംഗത്തെ കടന്നു വരുന്നത്. 1970 സഖാവ് CPM അംഗമായി. ജില്ലയിൽ തന്നെ അപൂർവം വനിതാ ലോക്കൽ സെക്രട്ടറിയുമായി ഒരാളായിരുന്നു. പള്ളിപ്പുറത്ത് 3 ടൈം ലോക്കൽ സെക്രട്ടറി പാർട്ടി കയറ്റോ നയിച്ചു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. നിസ്വാർത്ഥമായ സേവനവും വിശ്രമരഹിതമായ പ്രവർത്തനവും സഖാവിന്റെ മുഖമുദ്രയായിരുന്നു. പാർട്ടി വൈപ്പ് ഏരിയ സെക്രട്ടറി KB ഭദ്രനുമായുള്ള വിവാഹശേഷം സമ്പൂർണമായും സംഘടന രംഗത്ത് സജീവമായി മാറി. പള്ളിപ്പുറം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായിരുന്നു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ജില്ലാ കൌൺസിൽ അംഗം എന്നീ നിലയിൽ പ്രവർത്തിച്ചു. മഹിളാ ഫെഡറേഷൻ കാലം മുതൽ വനിതാ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. മത്സ്യാനുബന്ധ തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരസജ്ജരാക്കിയ സഖാവ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. നിലവിൽ കൊച്ചിൻ കാർഷിക സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. ജനങ്ങളുമായി ഇഴകിച്ചേർന്ന് ത്യാഗോചരമായ ജീവിതം നയിച്ച സഖാവ് എക്കാലത്തും ജനകീയ സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു. എടുത്തു കാണിക്കാവുന്ന ഒന്നാന്തരം മാതൃകയാണ് ഞങ്ങൾക്ക് അരുണാമ്മ എന്ന് വിളിക്കുന്ന AS അരുണയുടെ പ്രവർത്തന രീതി. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പാണ് നമ്മൾ ഈ ലൂയിസ് ചേട്ടന്റെ ഭാര്യ മരണപ്പെട്ട സമയത്ത് അവിടെ വന്നിരിക്കുമ്പോൾ സഖാവ് എന്നെ കണ്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് 2 കാര്യമാണ്. ഒന്ന്, മുനമ്പം പ്രശ്നം സംബന്ധിച്ചുള്ള ഭൂമി പ്രശ്നത്തിന്റെ അകത്ത് നമുക്ക് ശരിയാവണ്ണം ഈ കമ്മീഷൻ മുമ്പാകെ ഹാജരാകുന്നതിന് വേണ്ടി, അപ്പൊ കമ്മീഷൻ പറഞ്ഞ ഒരു റെപ്രസെന്റേഷൻ നിങ്ങൾ വക്കീൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമപ്രശ്നം കൈകാര്യം ചെയ്യാൻ എളുപ്പമാണല്ലോ. അതുകൊണ്ട് ഒരു വക്കീലിനെ സഖാവ് ഏർപ്പാട് ചെയ്യണം.
അതാണ് ആദ്യം പറഞ്ഞൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മുനമ്പം ബീച്ച് റോഡ്, ആ റോഡിന്റെ പണി പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അത് എത്ര തവണ എന്നോട് പറഞ്ഞു വെച്ചാൽ എനിക്ക് എണ്ണി പറയാൻ പറ്റില്ല, അത്രയും നേരം പറഞ്ഞു. ബീച്ച് പാലം അപ്പൊ അതിനുവേണ്ടി മന്ത്രി സജി ചെറിയാന്റെ അടുത്ത് പലവട്ടം സംസാരിച്ചു, ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഈ നടന്ന സ്റ്റെപ്പ് കയറി മേളിലേക്ക് വരാൻ പ്രയാസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യണം, എറണാകുളത്തേക്ക് പോവാം. എറണാകുളത്ത് വന്നതിന് ശേഷം നമുക്ക് അവിടെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു തറവ് ചെക്ക്, ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, പക്ഷെ ഒരു തറവ് ചെക്കപ്പ് നടത്തി കളയാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ഡോക്ടറെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. ആ ഡോക്ടറെ അടുത്ത് പോകണം, നല്ല ഡോക്ടറെ സംശയം വേണ്ട, പക്ഷെ എങ്കിൽ നമുക്കൊരു ഫുൾ ചെക്കപ്പ് നടത്താം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 3 ദിവസം മുമ്പാണ്. വാസ്തവത്തിൽ ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് വന്നതിന് ശേഷം തിരിച്ചു കൊണ്ടുവയ്ക്കാൻ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ചെക്കപ്പ് നടത്തിയതെങ്കിൽ വല്ല ബ്ലോക്കോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം കണ്ടെത്താൻ പറ്റുമായിരുന്നു വാസ്തവത്തിൽ എന്ന് ഞാൻ സ്വയം വേറെ ആയിട്ടും പറഞ്ഞിട്ടില്ല, പറഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെ നിരന്തരമായി ഈ 2 കാര്യത്തിനും തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അന്ന് തന്നെ ബന്ധപ്പെട്ട മിനിസ്റ്ററോട് സംസാരിച്ചു. മുനമ്പം കേസിന്റെ അത് ഹാജരാകുന്നതിന് വേണ്ടി ഇപ്പൊ പഞ്ചായത്തിന് വേണ്ടി ഹാജരാകുന്ന സഹാവ് കെ വി എബ്രഹമാണ്. അപ്പൊ വക്കീലിനോട് തന്നെ നമ്മുടെ മറ്റേ ഗവൺമെന്റ് വക്കീലായിട്ടുള്ള ടി എ ഷാജിയോട് സംസാരിച്ച് അദ്ദേഹം തന്നെ എബ്രഹാമിനോട് സംസാരിച്ച് അതിനുള്ള ഏർപ്പാടാക്കുകയും ചെയ്തു. ആ വിവരം വിളിച്ച് എനിക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ ഏർപ്പാടാക്കിയത്. അപ്പോഴാണ് അതിരാവിലെ പുലർച്ചെ പ്രല് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ അരുടാമ മരണപ്പെട്ടു പോയി എന്നുള്ളവരും പറഞ്ഞത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ. വൈപ്പിങ്കര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വൈപ്പിങ്കര അല്ല, 30 വർഷം മുമ്പുള്ള വൈപ്പിൻ. ഈ പാലങ്ങളൊന്നുമില്ല, യാത്ര വലിയ പ്രശ്നമാണ്. ഇവിടെ വന്നു ചേരുന്ന ഒരാൾക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ രാത്രി ഞാനൊക്കെ DYFI ജില്ലാ സെക്രട്ടറി എന്ന കാലത്ത് എനിക്ക് അതിന് ഓർമ്മയുണ്ട്. ഇവിടെ വന്ന് പോകണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ മറ്റേ ബോട്ട് പോണത് ഒരു 10-15 മണിയാകുമ്പോഴത്തേക്ക് ബോട്ട് പോകും. അപ്പൊ വൈപ്പിനിൽ അവിടെ പോയ ശേഷം ഈ രാത്രി ബോട്ട് പിടിക്കാൻ ഓടുക. അങ്ങനെയുള്ള കാലത്ത് ഈ മഴയത്തും വെയിലത്തും എല്ലാം നമ്മുടെ ഈ വൈപ്പിങ്കരയിൽ കുടിവെള്ള പ്രശ്നം അടക്കം വലിയ രൂക്ഷമായിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാ വൈപ്പിങ്കരക്കാർക്ക് കുടിവെള്ള പ്രശ്നം വന്നാൽ എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടന്ന് തുടർച്ചയായി നിങ്ങൾക്കെല്ലാം അറിവുള്ള സംഗതിയാണ് അരുണാമയുടെ സംസാര രീതി. അല്ല, ഉടനെ കാലത്ത് തീരുമാനം ഉണ്ടാക്കി തരണം, നിങ്ങനെ സംസാരിക്കൂ, ഒട്ടും താമസിക്കാൻ പാടില്ല, ഇതൊന്നും സംസാരിക്കണം. ഇവിടെ ഒരു പോലീസ് കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പോലീസ് കേസിൽ പ്രതിയായിട്ട് 10-20 പേരുമായിട്ടാണ് എറണാകുളത്തെ ലിൻസണിലേക്ക് വരാറുള്ളത്. അങ്ങനെയാണ് സാധാരണ രീതിയുള്ളത്. അപ്പൊ അവസാനം ആ സമയത്ത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും സാവിന് ഈ സ്റ്റെപ്പ് കയറി മേളിലേക്ക് വരാൻ പറ്റാത്ത സ്ഥിതി ഞാൻ താഴെ ഇറങ്ങി വന്ന് കണ്ടിട്ടുണ്ട്. മുകളിൽ സ്റ്റെപ്പ് ചവിട്ടിക്ക് മേളിൽ കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് ആധികാരികമായി നമ്മളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന, ആരോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നു സഹോ AS അരുണ. ഈ തവണ പാർട്ടി സമ്മേളനത്തിന്റെ അടുത്ത് സഹോ പറഞ്ഞു എനിക്ക് 75 കടന്നു, അതുകൊണ്ട് ഞാൻ കമ്മിറ്റിക്ക് അന്ന് ഒഴിവാകുവാണ്. അങ്ങനെയായിരുന്നു ലൂയിസ് ചേട്ടനൊക്കെ അങ്ങനെ ഞാൻ ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ്. നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇവിടെ നേരത്തെ പറഞ്ഞു മഹിളാ ഫെഡറേഷൻ, ബാലസംഘം, അവർ വിദ്യാർത്ഥി സംഘടന, മഹിളാ ഫെഡറേഷൻ ഈ മഹിളാ അസോസിയേഷൻ മുമ്പുള്ള സംഘടനയാണ്. ആ സംഘടനയിൽ ഈ ജില്ലയ്ക്കകത്ത് അറിയപ്പെടുന്ന നേതാവായിരുന്നു സഹോ AS അരുണ. അതിനുശേഷമുള്ള കാലത്താണെങ്കിൽ ആ സംഘടനയുടെ ഉയർന്ന സ്ഥാനങ്ങളെല്ലാം വഹിച്ചു. പഴയ ജില്ലാ കൗൺസിൽ അംഗമായി പ്രവർത്തിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചു. സർവോപരി രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രൂപത്തിൽ സഹോ KV ഭദ്രന്റെ ഭാര്യ എന്നുള്ള സ്ഥലമല്ല, കാരണം ഇവരല്ലാതെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഔന്നത്യമുള്ള രാഷ്ട്രീയ നേതാവാണ്. ഇങ്ങനെയുള്ള വളരെ അപൂർവം വ്യക്തികൾ ഉണ്ടാവുള്ളൂ. ഉണ്ടായിരുന്നില്ല. ബൈക്കിന്റെ ബാക്കി വന്ന് കയറി ഒരിക്കൽ അടുത്ത കാലത്താണ് നിൽക്കുന്നത്. ബൈക്കിൽ കയറി ബൈക്കിൽ കയറിയിട്ട് യാത്ര ചെയ്യാൻ അതിന് മടി ഉണ്ടാവില്ല. ഒരു കാര്യം അഭിമാനത്തോടെ പറയാം, നമ്മുടെ ഈ നാട്ടിലെ യുവതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരുള്ള കുട്ടികൾ, ആ കുട്ടികൾ ഏത് സമയത്തും പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ എല്ലാം വഹിക്കുകയും അവരെയൊക്കെ സംരക്ഷിക്കാൻ ആവശ്യമുള്ള ഈ ഉറക്കത്തിൽ മറ്റും ജില്ലയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ ജനാധിപത്യ സംഘടനകൾക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ മഹിളാ സംഘടനയ്ക്കുമൊക്കെ നേതാക്കളും സഹാക്കളും എല്ലാം ഈ ഇന്നലെയും ഇന്ന് രാവിലെയുമായി ഒഴുകി ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ വൈപ്പിൻകരയില് ഇതുപോലെ AS അരുണ നമ്മളിൽ നിന്നും വിടവാങ്ങിയിരിക്കുകയാണ്. ഇവിടെ അനുശോചന പ്രമേയത്തിലും അതുപോലെ തന്നെ CN സൂചിപ്പിച്ചതുപോലെ 1965 സഖാവ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്.
ദീർഘകാലം മഹിളാ അസോസിയേഷൻ്റെയൊക്കെ വൈപ്പിങ്കരയുടെയും ജില്ലയുടെയും നേതൃത്വമായി സഖാവ് മാറുകയുണ്ടായി. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. അതിനുശേഷം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായി 9 വർഷക്കാലം ഈ എറണാകുളം ജില്ലയിലെ ആദ്യത്തെ വനിത ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ചുമതല സഖാവ് വഹിക്കുകയുണ്ടായി. സംഘടനാ രംഗത്ത് നന്നായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ജില്ലാ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് ഉത്തരവാദിത്വം വഹിച്ചു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു സഖാവ് AS അരുണ. സഖാവിൻ്റെ സംഘടനാ രംഗത്തെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനങ്ങൾ, എപ്പോഴും ഈ രണ്ട് പ്രവർത്തനങ്ങളിലും കാണാൻ പറ്റുന്ന ഒരു കാര്യം, ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരു നേതാവ്. ഞാൻ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി വന്നതിന് ശേഷം സഖാവ് 3 വർഷം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഇത്രത്തോളം കൃത്യനിഷ്ഠയോടുകൂടി നടപ്പിലാക്കുന്ന ഒരു സഖാവായിരുന്നു സഖാവ് AS അരുണ. സഹോദരി സഹോദരന്മാരെ, രക്ഷകർത്താക്കളെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാർ, അരുണമ്മ വേർപെട്ടു എന്ന കാര്യം വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച സംഭവമായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരി കൂടിയാണ് അരുണമ്മയുടെ വേർപാടിലൂടെ നഷ്ടമായിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ സന്യാസിനിയെ പോലെ രാഷ്ട്രീയത്തിൻ്റെ വ്രതമെടുത്ത് അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുകയും ചെയ്ത് ഒരു രാഷ്ട്രീയ സന്യാസിനി എന്ന നിലയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയുമായിരുന്നു. 1977 മുതൽ പരിചയമുള്ളതായിരുന്നു. കൂടുതൽ ഇടപഴകി സംസാരിക്കാൻ തുടങ്ങിയതും ഇടപഴകാൻ തുടങ്ങി 84 പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി വന്നതിന് ശേഷം 83 വൈപ്പിങ്കരയിലെ പാർട്ടിയുടെ പല ചുമതലകാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ തീരുമാനിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം കൂടുതൽ അടുത്തിടപഴകുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടൊരു പ്രത്യേകത, ഏറ്റെടുത്ത കാര്യം വിജയിപ്പിക്കുക എന്നുള്ളത് ഒരു ദൃഢനിശ്ചയമായി സ്വീകരിച്ചിട്ടുണ്ട്. ചിലരൊരു നിവേദനം കിട്ടിയ വായിച്ചു നോക്കി അന്നത്തെ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഇതുണ്ടാവും. ഇതല്ല, ആ ഏറ്റെടുത്ത കാര്യം
അതിന് തടസ്സം പറഞ്ഞാൽ എനിക്കതിനോട് യോജിപ്പൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞാൻ ഇന്നും കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ ബാധ്യതപ്പെട്ട വ്യക്തികളോടൊക്കെ അതിനുമ്പ് ചോദിച്ച് മനസ്സിലാക്കി വീണ്ടും യുദ്ധത്തിന് പുറപ്പെടുന്നത് പോലെ അത് ജീവിതം ഒരു സമരോത്സുകമായ ജീവിതമായിരുന്നു. അമ്മ ഒരു നിശബ്ദമായ ഉള്ളൊരുകാറ്റ് പോലെ നമ്മെ തലോടിക്കൊണ്ട് കടന്നുപോയി. ആരെയും വേദനിപ്പിക്കാതെ, ആരെയും നോവിക്കാതെ ആകസ്മികമായി തന്നെ നമ്മളോട് യാത്ര പറഞ്ഞു പോയി. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ ഇടയിലെ ഒരു നിറസാന്നിധ്യമായിരുന്നു ശ്രീമതി AS അരുണ. രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകയായിട്ട് നിലനിൽക്കുന്ന കാലത്തും എല്ലാ ജനങ്ങളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെയും സമഭാവനയോടെ കാണാനും അവരെയെല്ലാം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ് AS അരുണക്കുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചത് അത് തന്നെയാണ്. ചിലരെല്ലാം വളരെ ദേഷ്യ മനോഭാവത്തോടു കൂടിയ മറ്റുള്ളവരോട് പെരുമാറും. ഒട്ടും ശത്രുതാ മനോഭാവം ഇല്ലാതെ വളരെ സാന്ത്വനത്തോടു കൂടി അവരോടെല്ലാം പെരുമാറിയിരുന്നു. അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. അവരുടെ പ്രവർത്തന രംഗത്ത് അത് കൃത്യമായിട്ട് തന്നെ തിരിച്ചു കിട്ടിയെന്നും നമുക്കറിയാം. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് നമ്മുടെ ടൂറിസം മേളയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ ആ മേള കെങ്കേമമാക്കി തീർക്കുന്നതിന്, വർണ്ണാഭമാക്കി തീർക്കുന്നതിന് വേണ്ടി അരുണയുടെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ അതിൽ വനിതാ സമ്മേളനമൊക്കെ ഇതിനൊക്കെ മുഖ്യമായ സ്ഥാനം നൽകണമെന്നൊക്കെ വാദിച്ചിരുന്നത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AS അരുണയാണ്. അതുപോലെ ഇവിടുന്ന് തന്നെ ഈ മുനമ്പത്ത് നിന്ന് തന്നെ ചിലരൊക്കെ ഈ മേളയെ എതിർക്കുകയും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ മുടക്കാനൊക്കെ ശ്രമിച്ചപ്പോഴും അതിലൊക്കെ ഇടപെട്ട് നന്നായിട്ട് സംസാരിച്ച് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രത്യേകമായ കഴിവ് AS അരുണക്കുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ സഖാവ് AS അരുണ എന്ന അരുണമ്മ ചേച്ചിയുടെ മരണവാർത്ത എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനത് സ്ഥിരീകരിക്കാൻ മറ്റു പലരെ കൂടി വിളിച്ചു ചോദിച്ചുകൊണ്ടാണ് അത് ശരിയാകരുത് എന്ന ആഗ്രഹത്തോടുകൂടി വിളിച്ചു ചോദിച്ചപ്പോഴാണ് അത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലായത്. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ലൂയിസ് ചേട്ടൻ്റെ സഹധർമ്മിണി മരിച്ച അന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ അരുണമ്മ ചേച്ചിയോടെ ഉണ്ട്. എപ്പോഴും കാണുമ്പോൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ വളരെ സമയമെടുത്ത് ഭദ്രസഖാവ് അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപുണ്ടായ അദ്ദേഹത്തിന് അനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ച് ശാരീരികം എന്നോട് നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് പലപ്പോഴും. അത് വീണ്ടും 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 എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പോകുന്നത്. ഞാൻ ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ പലപ്പോഴും പറയാറുണ്ട് ബൈക്കുമ്മലിൽ കയറരുത്, ബൈക്കുമ്മൽ പോകരുതെന്നൊക്കെ തമാശക്കൊക്കെ ഞാൻ പറയാറുണ്ട്. ഒരിക്കൽ ബൈക്കുമ്മലിൽ നിന്ന് വീണ് അപകടം സംഭവിച്ചപ്പോൾ കാണാൻ ചെന്നപ്പോഴും എപ്പോഴും ഞാനിങ്ങനെ പറയും ഇതുമ്പോൾ ഇനി ബൈക്കുമ്മൽ കയറരുത് പറയാറുണ്ട്. അല്ലാണ്ട് എങ്ങനെ പോകണോ എന്ന് ചോദിക്കും. ഏതായാലും പാർട്ടിക്കും പൊതുസമൂഹത്തിനും വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പൊതുസമൂഹത്തിനും വേണ്ടി തന്റെ ജീവിതം മുഴുവനും സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബം. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് മണിസഖാവുമായിട്ടുള്ള എപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഞാൻ ചെറുപ്പമാണെങ്കിലും പല കാര്യങ്ങളും അദ്ദേഹം എന്നോട് സംസാരിക്കാറുണ്ട്. എന്നോട് അരുണമ്മ ചേച്ചി ഇടയ്ക്ക് പറയും അച്ഛന് തന്നോട് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും വീട്ടിൽ തന്റെ കാര്യം പറയും. അങ്ങനെ ഭദ്രസഖാവുമായിട്ടും ആ കുടുംബവുമായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങളെ ഓർക്കുകയാണ്. ജീവിതം എപ്പോഴാണ് അവസാനിച്ചു പോകുന്നറിയില്ല. പക്ഷേ ജീവിക്കുന്ന സമയത്ത് പ്രസ്ഥാനത്തിനും സമൂഹത്തിനും വേണ്ടി പൊതുരംഗത്ത് മനുഷ്യ മനസ്സിൽ കയറിപ്പറ്റാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവരെ സമൂഹം ഒരിക്കലും മറക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ഇടപെടുന്ന ചില പ്രശ്നങ്ങളിൽ ചിലപ്പോൾ CPM പ്രവർത്തകരായിരിക്കാം അപ്പുറത്തുള്ളത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പറഞ്ഞ് എന്നെ അരുണമ്മ ചേച്ചി വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രത്യേകതയായി ഞാൻ ചിലപ്പോൾ ഞാൻ മനസ്സറിയാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും അരുണമ്മ ചേച്ചിയുടെ അടുത്ത് പലരും പറയാറുണ്ട്.
എന്നെ കണ്ട അത് ടോമി അങ്ങനെ പറയില്ലല്ലോ, ഞാൻ ടോമിനോട് ചോദിക്കാതെ അത് വിശ്വസിക്കില്ല. പിന്നീട് എന്നെ കണ്ണ് കാണുമ്പോഴാണോ താൻ ഇന്ന സമയത്ത് ഇന്ന കാര്യത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടാകില്ല. ഞാനത് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അങ്ങനെ നല്ലൊരു ബന്ധം ഉണ്ടാകുകയും ചെയ്ത അന്നമ്മച്ചേച്ചിയുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല. പാർട്ടിക്ക് ഒരു നഷ്ടം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കുടുംബം തന്നെ, മണിച്ചേട്ടനായാലും ഭദ്രസഖാവായാലും മരണം ചോദിച്ചാലും എല്ലാം പാർട്ടിക്ക് വേണ്ടി ഏറ്റവും ജീവിതം മുഴുവനും അതിനുവേണ്ടി പ്രവർത്തിച്ചവരുടെ നഷ്ടം പാർട്ടിക്ക് വലിയ നഷ്ടം തന്നെയാണ്. അന്നമ്മച്ചേച്ചിയുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല. ഓർമ്മകൾക്ക് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വ്യക്തിപരമായി എന്റെയും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ ഓർമ്മകൾ മരിക്കാതെ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. സഖാവരുണയെ നേതാക്കളും സഖാക്കളും അനുസ്മരിച്ചു കഴിഞ്ഞു. മുനമ്പത്തെ പുരോഗമന പ്രസ്ഥാനത്തിന്റെയും പ്രത്യേകിച്ച് CPIMന്റെയും നാവായിരുന്ന മണിയാശാന്റെ മകൾ എന്ന നിലയിൽ ദീർഘകാലം വൈപ്പിങ്കരയിൽ CPIMനെ നയിച്ച സഖാവ് ഭദ്രൻ ചേട്ടൻ്റെ ഭാര്യ എന്ന നിലയിൽ ഇവിടെ നിന്നെല്ലാം ആർജിച്ച ഊർജം മുൻപം പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ട് ധീരമായി ഇവിടുത്തെ പാർട്ടിയെയും വിവിധ വർഗ ബഹുജന സംഘടനകളെയും നയിച്ച സഖാവായിരുന്നു സഖാവ് AS അരുണ. തമ്മിൽ ഒരു 90-95 മീറ്റർ അകലമുള്ളൂ. ചെറുപ്പം മുതൽ കണ്ട് സംസാരിച്ച് മുന്നോട്ട് പോയിരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭദ്രച്ചേട്ടനും എൻ്റെ ചേട്ടനും ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. ചേട്ടൻ കോൺഗ്രസ്സുകാരൻ, ഞാൻ വേറൊരു പ്രസ്ഥാനത്തിലേക്ക് പോയി, രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതിൻ്റെ ആരംഭം തുടങ്ങി ഇന്ന് വരെ ആ പരിവാറിൽപ്പെട്ട ആളാണ്. വാക്കുകൊണ്ട് എന്നെ ഒരുപാട് പേടിപ്പിക്കാറുണ്ടായിരുന്നു അന്ന് സെൻറ്റ് മേരീസിലെ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ചേട്ടനോട് ഒന്ന് പരാതി പറയും, നിന്നങ്ങനെയൊക്കെ പറയുള്ളൂ, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ട് ഞാൻ കൊടുക്കും സംഘസ്ഥാനിൽ. അപ്പോൾ എന്നോട് പറയും, ധ്വജം ഉയർത്തുന്ന ധ്വജസ്തംഭമുണ്ട്, അതായിട്ട് പോയിക്കോ, അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ അത് ഉപയോഗിച്ചോ. അതിന് കുറേ നാൾ ഞാൻ അതായിട്ട് പോയി. പിന്നെ ഭദ്രച്ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞ്, നിന്നെ ഞങ്ങൾ വല്ലതും ചെയ്യൂ? ഇല്ല. അപ്പോൾ ഞാനത് നിർത്തി, അത് കൊണ്ടുവന്ന് നിർത്തി. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം തുടങ്ങി ഞാനിന്നും അതിലേക്കുണ്ട്. അതിനിടയ്ക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, എനിക്ക് നിക്കക്കളിയിലുണ്ടായി. 15 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അക്കരക്ക് പോയി. എൻ്റെ അമ്മയുടെ കണ്ണീര് കാണണ്ടെന്ന് ചോദിച്ചിട്ടാണ്. അന്ന് കരുണാകരജിയുടെ പോലീസ് ഇങ്ങനെ ഓടി അടയ്ക്കണം. ഞാൻ കൊച്ചുകുട്ടികൾ 18 വയസ്സും കഴിഞ്ഞിട്ടില്ല, UP സ്കൂളിൽ പഠി അറിയാലോ വിഷയം. എനിക്ക് അക്കരക്ക് പോണ്ടി വന്നു, കാരണം അമ്മയുടെ കണ്ണുനീരാണ്. അത് അവിടെ നിന്ന് വന്നു, BMSന്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭദ്രച്ചേരൻ്റെ ഇടയ്ക്ക് കോർക്കേണ്ടി വരും ആർബറിൽ വെച്ചിട്ട്. BMSകാരുടെ പണിയാണെന്ന് പറയും, CITക്കാർ പറയും CITക്കാരുടെ പണിയാണെന്ന് പറയും. ഇതിന് നടുക്ക് നമ്മൾ നിൽക്കും. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഞാനും പുരുഷോത്തനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ എല്ലാം ദുഃഖത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ദുഃഖിക്കുന്നു, ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു. സമരമുഖത്ത് ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായിരുന്നു ഭദ്രച്ചേട്ടന് അന്നമ്മ ചേച്ചി. നേരത്തെ സൂചിപ്പിച്ചു, അന്നമ്മ ചേച്ചി ആൺകുട്ടികളെ പ്രസവിച്ചിട്ടില്ലെങ്കിലും ഇവിടെയുള്ള സഖാക്കളായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തും ആ ബൈക്കിൻ്റെ പിന്നിൽ. അന്നമ്മ ചേച്ചി പോകുന്ന ബൈക്ക് ഗിരീഷിൻ്റെ ഇടയിൽ തിരിച്ചു തന്നെ സൗജന്യമായിരിക്കും, പിറ്റേ ദിവസം പോണ വേറെ ബൈക്കിലായിരിക്കും. അപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തും. ഞങ്ങൾക്ക് അസൂയുണ്ടാവാറുണ്ട്, നേരിലുള്ള പ്രവർത്തകരെ കിട്ടണം, അല്ലെങ്കിൽ പ്രവർത്തനം കിട്ടണം. നിങ്ങളുടെ ദുഃഖത്തിൽ ചേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു ഞെട്ടലോട് കൂടിയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ വരുന്ന സമയത്ത് അരുണ ചേച്ചി ഒരു തീപ്പൊരിക്കാരിയായിരുന്നു. എനിക്ക് മുന്നേ ഇവിടെ ഇന്നൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്, മഹിളാ ഫെഡറേഷനിലൂടെ മഹിളാ രംഗത്ത് വന്ന തുളസി ചേച്ചി, അങ്ങനെയൊക്കെയുള്ളവരെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. അവരൊക്കെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റി അന്ന് നന്നായി പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവരെല്ലാം തന്ന പാഠങ്ങളാണ് ഇന്നത്തെ തലമുറ ഉയർത്തിക്കൊണ്ട് വരേണ്ടതും. ഇവിടെ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ പൊതുപ്രസ്ഥാനത്തിനും
പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയും വൈപ്പിൻകര എന്ന് പറയുമ്പോൾ അരുണ ചേച്ചിയാണ് ഏറ്റവും ആദ്യം ഓർക്കുന്നത്. അരുണ ചേച്ചിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ കരുത്തായി ഇവിടുത്തെ മഹിളാ സംഘടനാ പ്രവർത്തകർ എല്ലാവരും തന്നെയുണ്ട്. ഓരോരുത്തരും ആ അനുശോചനം പറയുന്നത് നമുക്കറിയാം. നമ്മളെല്ലാം ഒരു അമ്മ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ഉള്ള ഒരു പ്രാധാന്യം ഇന്ന് ഈ നാടിൻ്റെ അമ്മയായി വൈപ്പിൻകരയുടെ എല്ലാം അമ്മയായ അരുണ ചേച്ചി. കാരണം എനിക്ക് അരുണ ചേച്ചിയെ പരിചയം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ കോൺട്രാക്ട് വർക്കെല്ലാം എടുക്കുന്ന സമയത്താണ് അരുണ ചേച്ചിയെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഈ സമയം വരെ അരുണ ചേച്ചിയുമായി നല്ല രീതിയിൽ തന്നെ, കാരണം രാഷ്ട്രീയ സമയത്ത് ഞങ്ങൾ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് വന്നതിന് ശേഷമൊക്കെ നമ്മളോട് ആ രാഷ്ട്രീയപരമായിട്ടെല്ലാം ഇടപെടുന്നതും ആ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യങ്ങളെ പറ്റിയെല്ലാം പറയുന്നതും അതുപോലെ തന്നെ പ്രവർത്തന ശൈലിയെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചുമതല ഏൽപ്പിച്ചിരുന്നത് സഹവർണമയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ കാലഘട്ടത്തിൽ വൈപ്പിൻകര മുഴുവൻ ഓടി നടന്ന വീലിംഗ് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ അരുണമ്മ നടത്തിയ ശ്രമങ്ങൾ വളരെ വലുതാണ്. അരുണമ്മയ്ക്ക് പഞ്ചായത്തിലുള്ള ബന്ധം എന്താണെന്ന് ഇന്നലെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നടന്ന പൊതുദർശനവും അതിനുശേഷം CPMന്റെ പള്ളിപ്പുറം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന പൊതുദർശനവും 6 മണിയോടുകൂടി ഇവിടെ നടന്ന പൊതുദർശനവും കണ്ടിട്ടുള്ള എല്ലാവർക്കും ബോധ്യമാകും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മഹിളാ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും പീലിംഗ് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും എല്ലാത്തിനും ഉപരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിലാണ് അരുണമ്മ നിതാന്ത ജാഗ്രത പുലർത്തിയിരുന്നു. ഞാൻ അരുണമ്മയെ അവസാനമായി കണ്ടതാണ്. മുൻപം ആസ്പത്രി കമ്മിറ്റിയിൽ അരുണമ്മയുണ്ട്. ഞങ്ങളൊക്കെ ആസ്പത്രി കമ്മിറ്റിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അരുണമ്മ അവിടെ ഉണ്ടാവും. അവിടെ ചെല്ലാൻ ഇത്തിരി താമസിച്ചാൽ അരുണമ്മയുടെ പഴക്കമാണ്. വേറെ ആരുമല്ല പിണങ്ങുന്നത്, അരുണമ്മ ആദ്യം പിണങ്ങും. എന്ത് പണിയാണ് ഈ കാണിച്ചതെന്നൊക്കെ ചോദിച്ചാൽ അത്ര ബ്ലോക്കുകാരവിടെ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ അരുണമ്മ അവിടെ ഇരിക്കണ്ടാവും. ആ അരുണമ്മക്കാണ് അവസാനമായപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ജീവിതത്തിൽ നിന്ന് വിട പറയേണ്ടി വന്നത്. നമ്മളെല്ലാവരും ഒരു ഞെട്ടലോടെയാണ് അറിഞ്ഞത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ ലൂയിസിയാന്റെ ഭാര്യ മരിച്ചപ്പോൾ വളരെ ആരോഗ്യവതിയായി എല്ലാവരോടും കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അവിടെ ഇരുന്നുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് സ്നേഹവും വാത്സല്യവും ഒക്കെ പറഞ്ഞ് നമ്മളാരും പ്രതീക്ഷിക്കാതെ തന്നെ ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയുമാണ്. മരണം കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞതുപോലെ നമ്മളെ പ്രതീക്ഷിക്കാതെ ഏറെ ആഗ്രഹിച്ച സ്നേഹിച്ച നമ്മുടെ ഒരാൾ നമ്മൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖം നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ പൊതുവെ അരുണ ചേച്ചി എന്നല്ല പറയാറ്, നമ്മൾ അരുണമ്മ എന്നാണ് പറയാറ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഒരു അമ്മയെ പോലെ സ്നേഹവാത്സല്യങ്ങളെ പോലെ നമുക്ക് തരുന്ന, എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച നല്ലൊരു വ്യക്തിത്വം. ഞാനുമായി കൂടുതൽ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയും അരുണമ്മയും 1ാം ക്ലാസ് തുടങ്ങി ചെറായി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എന്നെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അമ്മച്ചിയെ കുറിച്ചും അതുപോലെ തന്നെ ഈ ലൂസിയാറിന്റെ വീട്ടിൽ വന്ന അന്ന് തന്നെ അമ്മച്ചിയുടെ സുഖവും അസുഖവും ഒക്കെ അന്വേഷിക്കുന്ന, കാരണം എല്ലാവരെയും ആ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഞാനിതറിന്റെ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഒരുപാട് അരുണമ്മ ചേച്ചിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓരോരുത്തരും അരുണമ്മ ചേച്ചിയുടെ പ്രവർത്തനം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവരാണ്. നമുക്കറിയാം, സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വരാൻ മടിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകയായി പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പോലും അരുണമ്മ ചേച്ചി ഇവിടെ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന കാഴ്ചകളൊക്കെ അന്ന് 1ാം വാർഡായിരുന്നു ഈ വാർഡിൽ മത്സരിക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ കണ്ടു. അതിനുശേഷം ജില്ലാ കൗൺസിൽ അംഗമായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും ഒക്കെ അതുപോലെ തന്നെ പാർട്ടിയുടെ ഒട്ടനവധി ചുമതലകൾ വഹിച്ചും മുന്നോട്ട് പോയപ്പോൾ ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സമൂഹത്തിനൊക്കെ മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീമതി AS അരുണ. അവരുടെ